Good morning all. അപ്പോൾ നമ്മള് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ്, അതായത് ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ എല്ലാ തവണത്തെയും പോലെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന് 3 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നമുക്ക് സ്കീം ഓഫ് വർക്കിൽ തന്നിട്ടുള്ളത്. അതായത് 3 മാർക്കായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത്. എങ്കിൽ പോലും ആ 3 മാർക്ക് എവിടെ നിന്ന് ചോദിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് എല്ലാ പോർഷൻസും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. മേ ബി 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 1 മാർക്കും 2 മാർക്കിന്റെ ആയിട്ട് ചോദിക്കാം. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അവർ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ എമംഗ് ദ ഫോളോയിങ് attempted to estimate India's national income for the pre-independence period എന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെൻസസോ അല്ലെങ്കിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റോ ഒന്നും എടുക്കാൻ മുതിർന്നിരുന്നില്ല അല്ലെ. അപ്പോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്ത കുറച്ച് വ്യക്തികളുടെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ആളാണ് ദാദാഭായ് നവറോജി ഉണ്ട്, VKRV റാവു ഉണ്ട്, RC ദേശായി അല്ലെ, RC ദേശായി ഉണ്ട്. അപ്പം ഇവരെല്ലാം ഉണ്ട്. ഇതല്ലാതെ വില്യം ഡിഗ്ബി ഉണ്ട്, ഫിൻലെ ഷിറാസ് ഉണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എല്ലാവരെയും പറയാം അല്ലെ, ഓൾ ദ എബോവ്. അപ്പൊ ഇവിടെ ആദ്യത്തെ 3 ഓപ്ഷൻ കാണുമ്പോൾ എക്സാം ഹാളിൽ ഇരുന്ന് ചാടി കയറി ആ ദാദാഭായ് നവറോജിയാ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് എഴുതി വെക്കരുത് കേട്ടോ. താഴോട്ടുള്ളതും കൂടെ നോക്കുക. VKRV റാവുവും RC ദേശായും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാവരും വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സെമീൻദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ. ഇത് ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്ട്ലി ഇപ്പൊ പറയുന്നില്ല, എങ്കിലും ഇത് പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെമീൻദാരി സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അതായത് ഒരു ഫാർമർ ഉണ്ടായിരിക്കും, ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടായിരിക്കും. ഈ ബ്രിട്ടീഷുകാർക്ക് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന മിഡിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സെമീൻദാർസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ്, ഫാർമേഴ്സ് കൃഷി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ സെമീൻദാർസിന് കൊടുക്കുന്നു. ആ സെമീൻദാർസ് ആ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് അത് ബ്രിട്ടീഷുകാർക്ക് പേ ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ സെമീൻദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. സോ 1793 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1793 ഈ ഒരു സെമീൻദാരി സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനും നമ്മുടെ ടെക്സ്റ്റിൽ ഇപ്പൊ ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആക്ച്വലി ഒരു 4 സ്റ്റേജ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ 4 സ്റ്റേജ് ആണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷന് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ 1921 ആണ് ഒരു ഇതായിട്ട് എടുക്കുന്നത് അല്ലെ, അതിന്റെ ഒരു ബോർഡർ ആയിട്ട് എടുക്കുന്നത് നമ്മൾ 1921 ആണ്. അപ്പൊ അതിന് മുന്നിലോട്ടുള്ള ടൈമിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്നും, അതുപോലെ നമ്മൾ ഇങ്ങോട്ടുള്ള ആ ഒരു അതായത് 1921 കഴിഞ്ഞിട്ടുള്ളതിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പഠിച്ചതായിട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പൊ അതുപോലെ ഇതും ഒന്ന് ഓർത്തിരിക്കുക. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ നമുക്ക് ടോട്ടൽ 4 സ്റ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ആക്ച്വലി ഞാൻ ഓക്കെ, ഇത് 3 ആണ്, ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് ഓൾ ഇന്ത്യ പോപ്പുലേഷൻ സെൻസസ് വാസ് കണ്ടക്ടഡ് ഇൻ ദ ഇയർ. ഇവിടെ നിങ്ങൾ ഓൾ ഇന്ത്യ പോപ്പുലേഷൻ എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചാടി കയറി ഈ ഓപ്ഷന് തന്നിട്ടില്ല എങ്കിൽ പോലും 1881 അല്ലെ, 1881 എഴുതാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷെ ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 1881 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഒഫീഷ്യൽ സെൻസസ് ആണ് അല്ലെ. നമ്മുടെ ഒഫീഷ്യൽ സെൻസസ് നടന്ന വർഷമാണ് ഈ പറയുന്ന 1881 എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഒഫീഷ്യൽ സെൻസസിന്റെ അല്ല ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഉത്തരം വരുന്നത് 1872 ആണ് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്, 1872 ആണെന്നുള്ള കാര്യം
ഓർത്തിരിക്കുക. ഓക്കെ, 1872 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഓൾ ഇന്ത്യ പോപ്പുലേഷൻ സെൻസസ് നടന്നത് എന്താന്ന് ചോദിച്ചാൽ 1872ഉം ഒഫീഷ്യൽ സെൻസസ് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ 1881ഉം എഴുതേണ്ടത്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒക്കുപേഷണൽ സ്ട്രക്ചർ അല്ലെ, നമ്മള് ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഇന്ത്യയുടെ ഒക്കുപേഷണൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒക്കുപേഷണൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു, അപ്പൊ നമുക്ക് നോക്കാം, നമ്പർ ഓഫ് വർക്കേഴ്സ് ലീവിംഗ് ഇൻ എ കൺട്രി, അതാവാൻ വഴിയില്ല അല്ലെ, അതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സൈസ് ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതും അല്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എമംഗ് ഡിഫറെന്റ് ഒക്കുപേഷൻസ്, അവിടെയാണ് ഈ ഒക്കുപേഷൻ എന്ന് പറയുന്ന വേർഡ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്നാലും ഇത് ടോട്ടലി വായിച്ചു നോക്കുക. അപ്പം ഓരോ ജോലിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു വർക്കിംഗ് പോപ്പുലേഷനെ ആണ് നമ്മൾ ഈ ഒക്കുപേഷണൽ സ്ട്രക്ചർ, ഇപ്പം അഗ്രികൾച്ചർ സെക്ടറിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ എത്ര പേരുണ്ട്, സർവീസ് സെക്ടറിൽ എത്ര പേരുണ്ട്, ഇങ്ങനെ നോക്കുന്നതിനെയാണ് നമ്മൾ ഒക്കുപേഷണൽ സ്ട്രക്ചർ അല്ലെ, തൊഴിൽപരമായ ഘടനയാണ് അവിടെ പറയുന്നത്. നാലാമത്തത് അല്ല, നമുക്ക് ഉത്തരം കിട്ടി, എന്നാലും നാലാമത്തതും കൂടെ നോക്കുകയാണ്. നേച്ചർ ഓഫ് ഡിഫറെന്റ് ഒക്കുപേഷൻസ് ഇൻ ദ എക്കോണമി, അതുമല്ല കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, പല പല ഒക്കുപേഷനില് ആ ഒരു വർക്കിംഗ് പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 70-75% അഗ്രികൾച്ചർ എന്നും ഒരു 15%, 10% മാനുഫാക്ചറിങ്ങും ഒരു 15 തൊട്ട് 20% വരെ ടെർഷറി അല്ലെ സർവീസ് സെക്ടറും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഒക്കുപേഷണൽ സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തത്. അതായത് വെൻ വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് അല്ലെ, ഒഫീഷ്യൽ സെൻസസ് എന്നാണെന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ 1881 എന്ന് പറയേണ്ടത്. ഇനി അല്ലാത്ത നോർമൽ ഓൾ ഇന്ത്യ പോപ്പുലേഷൻ സെൻസസ് നടന്നത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 1872 എഴുതാം. അപ്പൊ അത് രണ്ടും കൂടെ തിരിഞ്ഞു പോരുത് കേട്ടോ. ഒഫീഷ്യൽ ആണ് 1881. അടുത്ത ക്വസ്റ്റ്യൻ, പെർ ക്യാപിറ്റ ഇൻകം. ഞാൻ ആ ഒരു സ്ലൈഡിന്റെ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം അല്ലെ, നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർ ക്യാപിറ്റ ഇൻകം. ഇവിടെ പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ, ടീച്ചർ ടോട്ടൽ പോപ്പുലേഷൻ എഴുതി എന്നൊന്നും വിചാരിക്കേണ്ട. ഇവിടെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പോപ്പുലേഷനെയാണ് കേട്ടോ. സോ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ എന്നുള്ളതാണ്. ഇങ്ങനെ തിരിച്ചു തന്നാൽ ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. പോപ്പുലേഷൻ ബൈ നാഷണൽ ഇൻകം അല്ല, നമ്മൾ ടോട്ടൽ ഉള്ള ആ ഒരു ഇൻകത്തെയാണ് പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ ക്യാപിറ്റൽ ബൈ പോപ്പുലേഷനും അല്ല. അടുത്ത ക്വസ്റ്റ്യന് നമ്മൾ എടുത്തു പറഞ്ഞതാണ്, അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് 85% ആണ് അല്ലെ, 85% ആൾക്കാരാണ് ഇന്ത്യയിൽ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. 85% ആൾക്കാർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ പറയുന്നത് ഒക്കുപേഷണൽ സ്ട്രക്ചർ അല്ല. ഒക്കുപേഷണൽ സ്ട്രക്ചറിലാണ് നമ്മൾ മറ്റേ 70-75 എന്നുള്ള ഒരു കണക്ക് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് 85 എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുടെ എണ്ണമാണ് പറയുന്നത് 85% എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹൗ മെനി സ്റ്റേജസ് ആർ ദെയർ ഇൻ ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ അല്ലെ. 4 സ്റ്റേജസ് ആണ്. അതിലെ ആദ്യത്തെ 2 സ്റ്റേജുകളെ പറ്റിയേ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ് 1921 മുൻപും സെക്കൻഡ് സ്റ്റേജ് 1921 ശേഷവും, മറന്നു പോകരുത്. ഓക്കെ, ഇതും ഒരു ഇൻഫർമേഷൻ ആയിട്ടൊന്ന് നോക്കിക്കോളാം. കാരണം ഓൾറെഡി നമ്മൾ ഇത് സ്റ്റാറ്റിൽ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അക്കോർഡിംഗ് ടു 2011 സെൻസസ് അല്ലെ, എല്ലാ 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ 2011 നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് സെൻസസ് നടന്നത്. അപ്പൊ ആ സെൻസസ് നടന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 121 ക്രോർസ് ആയിരുന്നു കേട്ടോ. 121 കോടിയാണ്, 121 ക്രോർസ് ആയിരുന്നു എന്നുള്ള ജസ്റ്റ് ഒരു ഡേറ്റ പോലെ ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല. വിച്ച് ഈസ് റിഗാർഡഡ് ആസ് എ ഡിഫൈനിങ് ഇയർ ടു മാർക്ക് ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഫ്രം ഇറ്റ്സ് ഫസ്റ്റ് ടു ദ സെക്കൻഡ് ഡിസിഷൻ സ്റ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഉത്തരം അറിയാം, 1921 ആണ് അല്ലെ. 1921 എന്ന് പറയുമ്പോൾ ബിഫോർ 1921 ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ആഫ്റ്റർ 1921 സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനുമാണ്. ഒരു കാര്യം ഓർക്കുക, ഇന്ത്യയിൽ അത്ര വലിയ പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല.
കാരണങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അവിടുത്തെ ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസോ സംഭവങ്ങളോ ഒന്നും അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ ആൾക്കാർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരികയും അല്ലെ എപ്പിഡമിക് പോലത്തുള്ള സംഭവങ്ങളും ഒക്കെ കൂടി നിന്നൊരു ടൈമാണ്. സോ പോപ്പുലേഷൻ ഗ്രോത്ത് ഭയങ്കര കുറവായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മാത്രം വായിക്കുക. കാരണം നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കാത്ത ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവണമെന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ദ ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ അണ്ടർ കൊളോണിയൽ പീരീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കൊളോണിയൽ പീരീഡിന്റെ കീഴില് പറഞ്ഞിട്ടുള്ള ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ കേട്ടോ, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നിങ്ങൾ എക്സാമിൽ ഇരുന്ന് നോക്കിക്കോണം കേട്ടോ. ട്രൂ ആണോ ഫോൾസ് ആണോ ചോദിച്ചിരിക്കുന്നതിന്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മുടെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതുകൊണ്ട് വലിയ ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണം ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പകരം ഇവര് ഈ ഒരു എക്സ്പോർട്ട് സർപ്ലസ് ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷ് അവരുടെ നാട്ടുരാജ്യത്തെ അവരുടെ ഹോം കൺട്രിക്കാണ് കൂടുതലും അവര് ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ശമ്പളമായിട്ടൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ട്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന സംഭവമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ട് ഓഫ് കമോഡിറ്റീസ് ലൈക്ക് വൂൾ, ഷുഗർ ആൻഡ് ഇൻഡിഗോ ടു ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ആക്ച്വലി തെറ്റാണ്. കാരണം നമുക്കറിയാം ഇൻഡിഗോ ഒക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇൻഡിഗോയും വൂളും ഷുഗറും ഒക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് തിരിച്ച് ഈ പറയുന്ന ഫിനിഷ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈലുകൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇന്ത്യയിലേക്കുമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലേക്ക് ഈ സാധനങ്ങളൊന്നും ഇമ്പോർട്ട് അല്ല ചെയ്തത്, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ആണ് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കീ ടേം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് സെന്റൻസുകൾ. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിന്റെ സപ്ലയർ ആയിട്ടും അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ടർ ആയിട്ടും അല്ലെ, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കൊണ്ട് ഇറക്കുന്ന ഒരു രാജ്യമായിട്ടും ഇന്ത്യ മാറി എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഇനി ആണ്ട നോക്കിക്കേ, ലൈറ്റ് മെഷീനറി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫാക്ടറീസ് ഓഫ് ഇന്ത്യ. പ്രൊഡ്യൂസ് ചെയ്തോടെ ഇല്ല, ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. അത് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതാണ് ഇന്ത്യൻ ട്രേഡ് വാസ് ഡോമിനേറ്റഡ് വിത്ത് ചൈന, സെയിലോൺ, പേർഷ്യ എന്നാണ് പേർഷ്യ, നമ്മുടെ പേർഷ്യ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഗൾഫ് കൺട്രീസ് എല്ലാം കൂടെ ചേർത്ത് പറയുന്നത്. സോ ഇറാന്റെ മേജർ പോർഷൻ ഒക്കെ വരുന്ന പേർഷ്യ. സോ ഇന്ത്യൻ ട്രേഡ് വാസ് ഡോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. കാരണം ബ്രിട്ടീഷുകാർ അത്യാവശ്യത്തിൽ കൂടുതൽ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഫോറിൻ ട്രേഡ് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബെസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏൻഷ്യൻ ടൈംസിൽ ബെസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ശരിയായിട്ട് വരുന്നത് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ആണ്. ഇപ്പൊ ടെക്സ്റ്റ് ഒന്നും വായിക്കാത്ത അല്ലെ പഠിക്കാത്ത ഒരാൾക്ക് ഈ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് കാണുമ്പോൾ അവരിങ്ങനെ വിചാരിക്കുക ബ്രിട്ടീഷുകാരുടെ സമയത്ത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലേക്ക് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. സോ ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഇപ്പൊ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് എക്സ്പോർട്ട് ആണ് കൂടുതൽ, ഇന്ത്യക്ക് വരുമാനം ഇങ്ങോട്ടാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്നുള്ള കാര്യമാണ് കേട്ടോ. അതായത് വരുമാനം ഇങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് കൂടുതലാണ്. ഇവിടുന്ന് ഓരോ സാധനങ്ങളും നമ്മൾ പുറത്തേക്ക് കയറ്റുമതി ചെയ്തു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ആ ഒരു ആരൊക്കെയായിരുന്നു ആ ഒരു നാഷണൽ ഇൻകം എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആണ് കേട്ടോ. ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് കണ്ടെത്തി ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് കൂടെ ഉണ്ട്. ഓഡ് വൺ മാത്രം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ കൈ തുടച്ചിട്ട് അങ്ങ് പോവരുത്. പകരം അതിനകത്ത് എന്തുകൊണ്ടാണ് ആ ഒരു ഓഡ് വൺ ഔട്ട് ആയത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഇവിടെ ദാദാഭായ് നവറോജി ഉണ്ട്, സർദാർ പട്ടേൽ ഉണ്ട്, വില്യം ദിഗ്ബി ഉണ്ട്, ഫില്ലെ ഷിറാസ് ഉണ്ട്, VKRV റാവു ഉണ്ട്, RC ദേശായി ഉണ്ട്. ഇത് കാണുമ്പോ തന്നെ ഏതൊരു കുഞ്ഞിനും അറിയാം അല്ലെ, സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് നോട്ട് റിലേറ്റഡ് ടു ഈ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പേര് നമ്മൾ പഠിച്ചിട്ടില്ല. സോ അദ്ദേഹമാണ് ഇവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യമാണ്. ബാക്കി എല്ലാവരും ഇന്ത്യയുടെ കൊളോണിയൽ പീരീഡിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത ആൾക്കാരിൽ വരുന്ന ആളുകളാണ് കേട്ടോ. ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബി, ഫില്ലെ ഷിറാസ്, VKRV റാവു, RC ദേശായി. അപ്പൊ ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലാതെയും ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങളുടെ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ കൂടെ കൊടുക്കണം, എന്തുകൊണ്ട് ഓഡ് വൺ ഔട്ട് ആയി എന്നുള്ള കാര്യം. ഓക്കെ,
അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ. ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക. ഒക്കുപേഷണൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. സോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.